ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതിനിടയിൽ നമ്മുടെ ലാലേട്ടൻ വലിയ ഉയരങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. മലയാള സിനിമയുടെ വിസ്മയമാണ് മോഹൻലാൽ. അഭിനയത്തെ അനായാസമായിട്ട് ആസ്വാദനത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയ പ്രതിഭ. ഭാവങ്ങളുടെയും ശരീരഭാഷയുടെയും കാര്യത്തിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് വെറുമൊരു നടനെയല്ല, മറിച്ച് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൂടെ കൂട്ടാൻ തോന്നുന്ന ഒരു മനുഷ്യനെയാണ്. ഇന്ത്യൻ സിനിമയിലെ മാത്രമല്ല, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മഹാനായ നടന്മാരിൽ ഒരാളായ മോഹൻലാൽ ബിഗ് ബോസിലേക്ക് അവതാരകനായി എത്തുമ്പോഴാണ് ആ ഷോ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ട് മാറുന്നത്. ലാലേട്ടനെ കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് വരുന്നത് കൊണ്ട് മാത്രമല്ല, റെക്കോർഡുകൾ വാരിക്കൂട്ടിയുള്ള അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര കൊണ്ടുകൂടിയാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. എല്ലാവരും ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദൃശ്യം 3 കണ്ടിട്ടുണ്ടാവും. ഇതിനോടകം തന്നെ 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ദൃശ്യം 3. നോക്കൂ, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ 100 കോടി സിനിമകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ 200 കോടി സിനിമകൾ ഉള്ളത് നമ്മുടെ ലാലേട്ടന്റെ പേരിലാണ്. ലാലേട്ടന്റെ എമ്പുരാൻ 266 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത സിനിമയാണ്. ലാലേട്ടന്റെ തുടരും 234 കോടിയിലേറെ കളക്ട് ചെയ്ത സിനിമയാണ്. ദൃശ്യം 3 ആകട്ടെ 200 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ പുലിമുരുകൻ 140 മുതൽ 150 കോടി വരെ രൂപ കളക്ട് ചെയ്ത സിനിമയാണ്. അതോടൊപ്പം തന്നെ ലൂസിഫർ ഏകദേശം 129 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയുമാണ്. മലയാളത്തില് 100 കോടി ക്ലബിൽ കയറിയ 10, 15, 16 സിനിമകളാണുള്ളത്. അതിൽ തന്നെ 5 സിനിമകൾ ലാലേട്ടന്റെ മാത്രം പേരിലാണ്. മറ്റു പല സിനിമകളും ഒന്നിലേറെ പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന സിനിമകളായിരുന്നുവെങ്കിൽ, ലാലേട്ടന്റെ ഒട്ടുമിക്ക സിനിമകളും അദ്ദേഹം തന്നെ ലീഡ് ചെയ്ത സിനിമകളായിരുന്നു. സോളോ പെർഫോമൻസ് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിജയം നേടിയ സിനിമകളായിരുന്നു. ഇപ്പോഴത്തെ ദൃശ്യം തന്നെ എടുക്കാം. നമുക്കറിയാവുന്ന പോലെ ജീത്തു ജോസഫ് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ദൃശ്യം എന്തുകൊണ്ട് വേറിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും അതിലെ കഥയൊരു പ്രധാന വിഷയമാണ്. സംവിധായകന്റെ കഴിവുകൾ തീർച്ചയായിട്ടും അതിലെ വിജയത്തിൽ ഒരു പങ്കുവഹിക്കുന്നുണ്ട്. പ്ലസ് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടന്റെ അവിസ്മരണീയമെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് ആ സിനിമ അല്ലെങ്കിൽ ദൃശ്യം യൂണിവേഴ്സിനെ ഇന്ന് ഈ നിലയിലേക്ക് വലിയൊരു സിനിമാ മേഖലയായിട്ട് വളർത്തിക്കൊണ്ടുവന്നത്. ആദ്യത്തെ 3 സിനിമകളും എടുക്കാം നമുക്ക്. ദൃശ്യം ഫസ്റ്റും സെക്കൻഡും തേർഡും മികച്ച സിനിമകൾ തന്നെയായിരുന്നു. അതിൽ ലാലേട്ടന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ട ഒന്നുമാണ്. ശരിക്കും മലയാള സിനിമയിലെ രാജാവാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ റിയാലിറ്റി ഷോയുടെ അവതാരകനായിട്ട് എത്തുന്നത് എന്നത് ഇന്നും ഒരു അവിശ്വസനീയമായ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയോ വർഷമായിട്ട് മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് ഭരിക്കുന്ന അദ്ദേഹമാണ്. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമ, ആദ്യത്തെ 250 കോടി സിനിമ, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ സിനിമ എന്ന റെക്കോർഡുകളെല്ലാം മെജോറിറ്റിയും അദ്ദേഹത്തിന്റെ പേരിലാണ്.